രാവിലെ വന്ന് നമുക്ക് നെഞ്ചിടിച്ചു പോകും. നെഞ്ചിടിച്ചു പോകും. അതാണ് ആദ്യമേ ഈ വേരാണ് പുറത്ത് വരുന്നത്. ആ അതാണ് ആദ്യം മൂന്ന് നടുമ്പോൾ നമ്മൾ അടിക്കൂട്ടിട്ട് അതാണ് ഏറ്റവും പ്രധാനം. ഈ മുരടിപ്പാണ് ഉം. മുഖ്യമായിട്ടുള്ളത്. അതിന് പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. ആ. ഇതാണ്ട് ഒറ്റ മൂലം ഇറങ്ങും. ഇതാണ്ട് കണ്ടോ, കണ്ടോ. അത് പച്ചിലവളം ഇട്ട് ചവറ് ഇട്ടതിന്റെ അടിയിൽ വേരിറങ്ങുവാണല്ലേ? കണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പ്രിയപ്പെട്ട എൻ്റെ കർഷക സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്നത് ഗോപാലൻ ചേട്ടനെയാണ്. ഇത് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്ത് തന്നെയാണ് ചേട്ടൻ്റെ വീട്. പരമ്പരാഗത കൃഷിക്കാരനാണ് അല്ലേ? എല്ലാ കൃഷിയുണ്ട്. പയറാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എത്ര വർഷം കൊണ്ട് പയർ കൃഷിയുണ്ട് ചേട്ടാ? 10-20 വർഷം കൊണ്ടുണ്ട്. ഇവിടെ എത്ര മൂട് പയറിട്ടിട്ടുണ്ട്? 50 മൂട് പയറിട്ടിട്ടുണ്ട്. നാടൻ പയർ അല്ലേ? നാടൻ രീതിയിലുള്ള കൃഷിയാണ് മൊത്തം. അപ്പൊ ആ ചേട്ടന്റെ കൃഷി രീതികളെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ? ചേട്ടനൊരു പയറ് വിത്ത് കിട്ടി, അത് നടാൻ വേണ്ടി എന്തെല്ലാം അതിന് ചെയ്യുന്നത്? അല്ല, ഒരു പയറ് വിത്ത് കിട്ടി. പയറ് വിത്ത് കിട്ടിയാൽ അത് മുളപ്പിക്കുന്ന രീതി എങ്ങനെ? മുളപ്പിക്കുന്ന രീതി, ഇത് 6 മണിക്കൂർ വെള്ളത്തിലിട്ടേക്കുക. തുണിയെടുത്ത് അതിനകത്ത് ഊറ്റി കെട്ടുക. നല്ലപോലെ മുറുകി കെട്ടണം. കെട്ടിയിട്ട് ചെറിയ ഭാരവും വെച്ചിട്ട് എവിടെയും കൊണ്ട് വയ്ക്കുക. രാവിലെ എടുത്തിട്ട് നീര് കൊടുക്കുക എന്ന് പറയും ഞങ്ങൾ. നീര് വെച്ച് വെള്ളം തളിക്കുക. വെള്ളം ഇട്ടേച്ചാൽ മതി. എന്നിട്ട് വല്ല ഭാരം എടുത്ത് വയ്ക്കുന്നത്. രണ്ടാമത്തെ ദിവസം എല്ലാം വേരെല്ലാം പുറത്ത് വരും. എന്നിട്ട് കൈ കൊണ്ട് ഒരു വരവ് പോലെ എടുത്തിട്ട് ആ മണ്ണിട്ട് മൂടി ഇട്ടേക്കുക. മൂന്നാമത്തെ ദിവസം വീണ്ടും ഇത് കവിളിച്ചെല്ലാം എല്ലാം മേളി വരും. കവിളിച്ചെന്ന് പറഞ്ഞാൽ അത് വിടർന്നു വരും. മൂന്നാമത്തെ ദിവസം മുള പൊട്ടി വരും. ആദ്യമേ ഈ വേരാണ് പുറത്ത് വരുന്നത്. അതാണ് ആദ്യം മൂന്ന് നടുമ്പോൾ നമ്മൾ അടിക്കൂട്ടിട്ട് അതാണ് ഏറ്റവും പ്രധാനം. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല അതില്ലയോ? പുതിയ കൃഷിക്കാർക്കൊക്കെ ആദ്യം വേരാണ് പുറത്തു വരുന്നത്. മൂന്നാമത്തെ ദിവസം ഈ പയർ കൂനിയിട്ട് ഈ പയർ മേളിൽ വരുത്തുന്നു. പരിപ്പെല്ലാം സൈഡോ വരുന്നത്. ഇലയും പരിപ്പുമായിട്ട് വരുന്നത്. ഇല ഉള്ളിലും പരിപ്പ് രണ്ട് സൈഡിലും. വേര് മണ്ണിനടിയിലേക്ക് വരത്തക്ക രീതിയിൽ കുഴിച്ചിടും. നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കൃഷി നടുന്നത്. പയറ് നട്ടു, 2 ഇല വന്നു. 2 ഇല വന്നില്ലയോ? അതിനുശേഷം എന്തെല്ലാം വളങ്ങളാ എപ്പോഴാ വളം ചെയ്യുന്നത്? വളം ചെയ്യുന്നത് കൈയോടെ വെച്ചിട്ട് രാസവളം വാങ്ങിച്ചിട്ട് കനം കുറച്ചിടുക. കനം കുറച്ചൊന്ന് എത്ര ഗ്രാം വീതം? ഒരു 10 ഗ്രാം 25 ഗ്രാം കൂടുതൽ ഇടാൻ പാടില്ല. അത് മൂട്ടിന്ന് കുറെ അകലത്തി ഇടണം. അത് ആദ്യത്തെ അടുപ്പിച്ചിടാം. ആദ്യത്തെ വളം. രണ്ടാമത്തെ കാലം വേര് ഊന്ന് കണക്കാക്കി നമ്മൾ ദൂരോട്ട് മാറ്റിയിടണം. ഇത് വേരാണ് വളം എടുക്കുന്നത്. അത് വേര് പോകുന്നിടത്തോട്ട് വളം നമ്മൾ അകലെ ഇട്ട് കൊടുക്കണം എന്നുള്ള വളപ്രയോഗം. രാസവളം ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണോ? വെള്ളത്തൊക്കെ ഒഴിച്ചാൽ കൊള്ളാം. നല്ലതല്ലേ? രാസവളം ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിലേ എടുക്കത്തുള്ളൂ. അത് നനവായാലും മതി. വെള്ളം തളിച്ചാൽ മതി. അപ്പൊ ഒരു രാസവളം ചെയ്തു, അതിനുശേഷം എത്ര ഇടവിട്ടാണ്? 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെയ്യും. 10 ദിവസം ചെയ്യുമ്പോൾ വീണ്ടും ചെയ്യില്ലേ? പിന്നെ ഒരു 10-10 ദിവസം വീണ്ടും ചെയ്യും. എന്നിട്ട് പൂക്കുന്നിടം വരെ അടുക്കടുക്ക് വളം ചെയ്യണം. അപ്പൊ ഏകദേശം നട്ട 1 മാസത്തിനുള്ളിൽ പൂക്കുവോ? 35 ദിവസത്തിനകം. 35 ദിവസത്തിനുള്ളിൽ പൂക്കൂല്ലേ? ഇത് നാടൻ പയറാണോ? നാടൻ പയറാ. നല്ല വിളവ് ലഭിക്കുന്ന. ഇത് നല്ല ആദായമുള്ള കൃഷിയാണ്. ഒരു മൂടിൽ നിന്ന് 1 കിലോ ലഭിക്കുമോ? 1 കിലോ കിട്ടിയാലും ഒരു 800 ഗ്രാം 900 ഗ്രാം കിട്ടും. നല്ലപോലൊക്കെ ആദ്യത്തെ ഒരു 10-35 ദിവസം കഴിയുമ്പോൾ ഓരോ കിലോ പയർ ചിലപ്പോൾ കിട്ടും. മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ. ഇത് ചാഴി കയറും. അതിന് മരുന്നടിക്കണം. അതുള്ളത് നമ്മുടെ ഈ മുരടിപ്പാണ് മുഖ്യമായിട്ടുള്ളത്. അതിന് പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. കടലപ്പിണ്ണാക്കോ മരോട്ടി പിണ്ണാക്ക ഏറ്റവും നല്ലത്. ഈ വേപ്പ പിണ്ണാക്ക് ഏറ്റവും ബെസ്റ്റ്. ഒരു അസുഖവും വലുതായിട്ടുള്ള കീടനാശിനിയും ഉണ്ടാകത്തില്ല. അടിക്കുന്നുള്ളത്. കടലപ്പിണ്ണാക്ക് വേപ്പ പിണ്ണാക്ക് കൊണ്ടുവന്ന് മിക്സ് ചെയ്തിടുവോ? അല്ല, കടലപ്പിണ്ണാക്കിന്റെ കൂടെ ചാരം ഇട്ട് ചാരം ഇടും. ഉറുപ്പ് കൊണ്ടുപോയിരിക്കാൻ. ചാരം ചില ദിവസത്ത് വെണ്ണീറെന്നാ പറയുന്നത്. അത് ഇട്ട് ഇളക്കി ഇടും. അതിൽ ഉറുപ്പ് കുറെ കൊണ്ടുപോകും. പിന്നെ അത് വെട്ടിപ്പുറത്തേക്ക് ഇട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചേട്ടന്റെ പയർ കൃഷി. ചേട്ടന്റെ ഈ പയറിൽ വലിയ രോഗങ്ങളൊന്നും വരാറില്ല അധികം അല്ലേ? നമ്മൾ നോക്കിയിരിക്കണം. അതിന് മരുന്ന് അന്നേരം ഒരു ഉറുമ്പ് കയറുമ്പോൾ അന്നേരം മരുന്നടിക്കുക. 2 ദിവസം കഴിഞ്ഞാൽ മൊത്തമാവും. കാണുമ്പോഴേ നമ്മളെ കാണുന്നിടത്ത് നശിപ്പിച്ച് കളയുക. ചേട്ടന് എത്ര നാളായിട്ട് കോവൽ കൃഷി ഉണ്ട്? 10 വർഷമായി. 10 വർഷമായിട്ടുണ്ടല്ലേ? ഇത് നല്ലിനം കോവലല്ലേ? നല്ലിനം കോവൽ. നല്ല നീളമുള്ള കോവയ്ക്ക്.
നമ്മൾ ചെയ്യുന്ന പോലൊക്കെ ഇരിക്കും, നീളവും വണ്ണവും ഒക്കെ വരുന്നത്. വളം ആഹാരം കൊടുക്കുമ്പോൾ നന്നാകും എന്നുള്ളത്. ഇതിനെന്തൊക്കെ വളവാ ചെയ്യുന്നത്? ഇത് ചാണകപ്പൊടി ആണ് പ്രധാനത് വളം. പിന്നെ രാസവളം, പിന്നെ ചവറ് വെച്ചാൽ ഏറ്റവും കഷ്ടമാണ്. അടിച്ചാറ് വേറെ ഓടാനും പൊറ്റ പിടിക്കാനും ഒക്കെ നല്ലതാണ്. ഇത് പൊറ്റയാണല്ലോ, എല്ലാ കൃഷിക്കും പൊറ്റയായെങ്കിൽ വളം എടുക്കത്തുള്ളൂ. ഇത് എത്ര മൂടുണ്ട് സാധാരണ? ഇത് 10 മൂട്. 10 മൂടുണ്ട്. എങ്ങനെ ആഴ്ചയിലാണോ എടുക്കുന്ന? ആഴ്ചയിൽ. ഇതിനെന്തെങ്കിലും രോഗം വരാറുണ്ടോ? ഇത് ഇല്ല, ഈച്ചകുത്ത വരുവാണ്. ഇത് ഈച്ചകുത്തി ഇതുണ്ടോ, ഇത് ഈച്ചകുത്തിയാണ്. ഇത് കറ, ഈച്ച കുത്തിക്കഴിഞ്ഞാൽ കറ പുറത്തോട്ട് വരും. അവിടെ നിന്നൊരു മുത്ത് പോലെ ഉണ്ടാവും. അത് പിന്നെ അങ്ങനെ ഇത് കേടായി പോകത്തേ ഉള്ളൂ. അതിനൊന്നും മരുന്നുണ്ടോ? ഇതിന് മരുന്ന്, കോവലിന് മരുന്നൊന്നുമില്ല. അടിച്ചിട്ടില്ല ഇത്രയും നാളത്. ഇയാൾക്ക് പ്രധാന 10 മൂടിൽ നിന്ന് ഒരു എന്തോ ഇതിന് പ്രധാനമായിട്ടും പന്തലാണ്, അടുക്ക വരികണം. ഉണ്ടോ, ഇതുപോലെ ചെയ്തെങ്കിൽ ഇവർ അട്ടക്കാല് പിടിക്കണം. ഇതാണ് അവരുടെ പിടുത്തം. അടുക്ക വേണം. ഇത് രാവിലെ അവളൊക്കെ വേണം. ഈ 10 മൂടിൽ നിന്ന് ആഴ്ചയിൽ ഒരു എത്ര കിലോ കിട്ടും? 30-35 കിലോ കിട്ടൂല്ലേ? ഇതിപ്പോ 30-35 അല്ല. എത്ര വർഷം കിടക്കും ചേട്ടാ ഈ ഒരു കോവൽ? എത്ര വർഷം മുന്നേ ഇട്ടേക്കായത്. അത് പിന്നെ ഇത് കുറെ 2-3 വർഷം കഴിയുന്ന ഇതിന്റെ ചെവിട്ട് വെച്ച് ബുക്കായിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ആദ്യം മുതൽ കളിച്ച് കടന്നു വരും. ചെവിട് അവിടെ തന്നെ കിടക്കും. ഇത് ഇപ്പൊ 3 പ്രാവശ്യം കട്ട് ചെയ്തായത്. വള്ളി കട്ട് ചെയ്ത് മാറ്റുമോ? അവിടെ വെച്ച് ഇവിടെ വെച്ച് വട്ടവും കട്ട് ചെയ്തു തീർത്ത് വട്ടം മൊത്തം കണ്ടിക്കും. കണ്ടിച്ചിട്ട് അയാൾ പിന്നെ പൊട്ടി കിളിച്ച് വരുന്നതാണ് ഇപ്പൊ കിടക്കുന്നത്. അതെല്ലാം പൊട്ടിക്കാറായ കോവയ്ക്കാണല്ലേ? ആഴ്ചയിലേ എടുക്കും ഇല്ലേ? ആഴ്ചയിൽ ഇന്ന് കൊണ്ടുപോയി അവിടെ 18 കിലോ ഉണ്ടായിരുന്നു. ചേട്ടാ ഈ കോവലിന് ഉണക്ക് ബാധിക്കാറുണ്ടോ? വെള്ളം കോരിയാവും. അത് ആഴ്ചയിലാണോ ദിവസവും കുറഞ്ഞു? ദിവസവും വേണ്ട. ആഴ്ച ഒരു കോരി നല്ലോണക്ക് ഒരു കോരി കൂടിയാൽ ചവറുണ്ടെങ്കിൽ ആഴ്ച ഒറ്റക്കൂടിയ. പച്ചിലവളം ഇതിന് വലിയ നല്ലതല്ലേ? പച്ചിലവളം എല്ലാ കൃഷിക്കും നല്ല പച്ചിലവളം. കാര്യം ഇപ്പൊ അതിന്റെ അറിയണമെങ്കിലേ ഉണക്ക് കയറത്തില്ല. ഒക്കെ പ്രശ്നം. ഇതിന്റെ പേര് കണ്ടോ, കോവലിന്റെ പേര് ഇപ്പൊ എല്ലാം ഒറ്റ മൂലം ഇറങ്ങും. ഇതാണ്ട് കണ്ടോ, ഇട്ട് ചവറ് ഇട്ടതിന്റെ അടിയിൽ വേരിറങ്ങുവാണല്ലേ? അതിന് ഉണക്ക് കയറത്തുമില്ല. ഇതുപോലുള്ള കർഷകരാണ് അല്ലേ, ചേട്ടനെ പോലുള്ള കർഷകരാണ് നമ്മുടെ രാജ്യത്തിന്റെ നാടിന്റെ നട്ടല്ലേ. കർഷകനെയാണ് ശരിക്കും എല്ലാവരും ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് അല്ലേ? അതെ. ഇപ്പോൾ കർഷകർക്കെല്ലാം ഒരുപാട് നഷ്ടമുണ്ട്. ഈ ഭാഗങ്ങളിൽ പന്നി ശല്യമുണ്ട്. അതിന് ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് ചേട്ടൻ വന്നപ്പോൾ മുതൽ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള പരിഹാരം എന്തെങ്കിലും ആർക്കെങ്കിലും നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അതും പറയണം. പഞ്ചായത്തിന്റെ വകയായിട്ടും സർക്കാരിന്റെ വകയായിട്ടും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ അത്ര ഫലപ്രദമല്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. പ്രയോജനപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കർഷകർക്ക് ഒരു തീരാവേദനയാണത്. അത് നമ്മളൊരു കൃഷി ചെയ്ത് അതൊരു വെള്ളം നശിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾക്കൊരു ഇത് വരുന്നത് പോലെയാണ് നമ്മുടെ കൃഷിയില്ലേ സംഭവിച്ചു കഴിയുമ്പം. നെഞ്ചിടിച്ചു പോകും. അതാണ് ആ വേദന. ആ വാക്കുകൾ കേട്ടില്ല, നെഞ്ചിടിച്ചു പോകുന്നുള്ള അത് തന്നെയാണ് സത്യം. സങ്കടമാണ്. നമ്മളൊരു ഇപ്പൊ ഈ പയറ് തോട്ടത്തിലൊക്കെ ചേട്ടൻ കയറി കഴിയുമ്പോൾ തന്നെ ആ മനസ്സിലൊരു സന്തോഷമാണ് അല്ലേ? ഒരു പയറ് ചെടി വാടി നിൽക്കുന്ന കണ്ട നമ്മുടെ മനസ്സും വാടി. എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കാനായി കമന്റ് രൂപേണ പറയണം. അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായും ഗോപാലൻ ചേട്ടാ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. കൃഷിയൊക്കെ പൂർവാധികം ശക്തിയോടുണ്ടാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.